make banana cake, which is my mom's best recipe and my husband's favorite. Okay friends, banana cake ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മൈദ 1.5 കപ്പ്, ബേക്കിംഗ് സോഡ 1.5 ടീസ്പൂണ്, നല്ലപോലെ പഴുത്തത് 3 പഴം, പക്ഷേ ഇവിടെ ഇപ്പോൾ 2 എണ്ണമേ ഉള്ളൂ, ഒരെണ്ണം ഞാൻ കഴിച്ചായിരുന്നു, മുട്ട 3 എണ്ണം, പിന്നെ വാനില എസൻസ് 2 ടീസ്പൂണ്, പാൽ 1/2 കപ്പ്, ഓയിൽ 1/3 കപ്പ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ മിക്സിയിൽ 2 പഴം, മുട്ട ഇട്ടിട്ടുണ്ട്, ഇതേപ്പോൾ 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുവാണ്. ആൻഡ് ഫ്രണ്ട്സ്, ഈ പഞ്ചസാര ഏത് കപ്പും കൊണ്ട് നിങ്ങൾ മെഷർ ചെയ്യുന്നോ അതേ കപ്പും കൊണ്ട് തന്നെയാണ് നിങ്ങൾ മൈദയും എല്ലാം മെഷർ ചെയ്യേണ്ടത്. സോ ഇനി ഇത് മിക്സിയിലിട്ടു, ഇനിയിപ്പം നല്ലപോലെ അരച്ച് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പഞ്ചസാര ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ 2 ടീസ്പൂൺ വെനില എസൻസ് ആഡ് ചെയ്യുവാണ്. വെനില എസൻസ് 2 ടീസ്പൂൺ വെച്ചു. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാൻ അരയ്ക്കാൻ പോവാണ്. ഓക്കെ, മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ ഒരു പാത്രത്തിലിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ 1.5 കപ്പ് ആട്ട എടുത്തേക്കാണ്. അതിങ്ങനെ അരിച്ചെടുക്കണം. ഈ 1.5 കപ്പ് ആട്ടയുടെ കൂട്ടത്തിൽ 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇതിന് നല്ലപോലെ ഈ അരിപ്പക്കത്തിട്ട് ആട്ടി എടുക്കണം. സോ ഫ്രണ്ട്സ്, നമ്മളിതിപ്പോൾ എംടി കുക്കർ എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ എംടി കുക്കറിൻ്റെ അകത്ത് നമ്മൾ വിസിൽ മാറ്റിയിട്ട് വേണം ഈ കുക്കറിൻ്റെ ലിഡ് വയ്ക്കാൻ. സോ ഇറ്റ് വർക്ക്സ് ലൈക്ക് എ പ്രീഹീറ്റ് ഓവൻ. ഇതിൻ്റെ അകത്ത് ഇനി ഞങ്ങൾ സോൾട്ട് ഇടാൻ പോവുകയാണ്. നോർമൽ സോൾട്ട് വിച്ച് യു ഗെറ്റ് ഫ്രം ദ ഷോപ്പ്, ദിസ് ടാറ്റ സോൾട്ട്. ഓക്കെ, ടാറ്റ സോൾട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് സോൾട്ട് ഇട്ട് വെച്ചേക്കാണ്. ഓക്കെ, ജസ്റ്റ് എ ലിറ്റിൽ ലെയർ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളൊരു പാത്രം വയ്ക്കുക. കുക്കറിൻ്റെ പാത്രം കിട്ടുകയാണെങ്കിൽ ഓക്കെ. എനിക്ക് കുക്കറിൻ്റെ പാത്രമില്ല. എനിക്ക് ഇപ്പോൾ ലിഡ്, സ്റ്റീൽ ലിഡ്. ആൻഡ് അതിൻ്റെ മുകളിൽ നമ്മളുടെ കേക്കിൻ്റെ പാൻ അടിക്കും. ഇനി ഞങ്ങൾ കേക്കിൻ്റെ പാനിനെ ബട്ടർ ചെയ്യാൻ പോവുക. ആൻഡ് അതിൻ്റെ മുമ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മൈദയും ലിക്വിഡ് ബാറ്ററിനെയും മിക്സ് ചെയ്യാനുള്ളതാണ്. ഞങ്ങളുടെ പാല് തിളച്ച് കഴിഞ്ഞു. സോ വി ആർ ഗോണ pour it. സെയിം കപ്പിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടി എടുക്കുക, 1/2 കപ്പ്. സോ ഇനി മൈദ ഇടുമ്പോഴേക്കും ഞങ്ങളുടെ പാത്രം ഫിൽ ആവും, അതുകൊണ്ട് ഞങ്ങൾ പാത്രം എക്സ്ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് കുറച്ചായിട്ട് ഈ മൈദ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാനുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ലിക്വിഡ് ബാറ്ററിലോട്ട് പാൽ ഒഴിച്ചു. ആൻഡ് എൻ്റെ അകത്ത് 1/3 കപ്പ് എണ്ണയും ഒഴിച്ചു. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ ബാറ്റർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു തിക്ക് ബാറ്ററായി എടുക്കണം. യെസ്, ദിസ് ഇസ് ദ പെർഫെക്റ്റ് ഫിക്ഷൻ. പക്ഷെ ഒരു ലംസ് ഉണ്ടാവാൻ പാടില്ല, ബിക്കോസ് അല്ലെങ്കിൽ അകത്ത് റോ ഫീലിംഗ് ഉണ്ടാവും കേക്ക് കട്ട് ചെയ്യുമ്പോൾ. ഈ ലംസ് കാണുന്നത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പോകണം. സോ ഇഫ് യു ഹാവ് എ വിസ്ക്, യൂസ് ദാറ്റ്. സോ നമ്മൾ ഇനി പാൻ ബേക്കിംഗ്, യു ക്യാൻ ടേക്ക് സ്ക്വയർ കിട്ടും, ഹാർട്ട് കിട്ടും, പല ഷേപ്പിൽ കിട്ടും. ഇത് ഫുൾ ബട്ടർ അല്ലെങ്കിൽ എണ്ണ, എന്ത് ഓപ്ഷൻ ഉണ്ടോ യു ക്യാൻ യൂസ് ഇറ്റ്. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. ഇതന്നെ ഉപയോഗിക്കണം എന്ന്. ആൻഡ് ഞങ്ങളുടെ ബാറ്റർ റെഡിയാണ്. ഓക്കെ, യു ക്യാൻ സീ ദ കൺസിസ്റ്റൻസി. ഓക്കെ, നമ്മളുടെ കുക്കറും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിന് നല്ല ചൂടായിട്ടുണ്ട്. ഇഫ് യു സീ ദിസ്, നമ്മളുടെ സോൾട്ടിൻ്റെ ചെറുതായിട്ട് ഒരു കളർ എൻഡ് പോർഷനിൽ കുറഞ്ഞിട്ടുണ്ട്, കളർ മാറിയിട്ടുണ്ട്. യെസ്, ഇത് നമ്മൾ ഹാഫ് ഫിൽ ചെയ്യുള്ളൂ പാൻ, അല്ലെങ്കിൽ അത് പൊങ്ങി വരുമ്പോൾ ഓവറായി പോകും, അല്ലെങ്കിൽ അതിന് സ്പേസ് കിട്ടില്ല ആൻഡ് അകത്ത് കുക്കാവില്ല. അതുകൊണ്ട് ഏത് വെസലായാലും അതിൻ്റെ ഹാഫ് ഫിൽ ചെയ്യാൻ പാടുള്ളൂ. ഹാഫ് യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഓപ്പൺ.
now ഇതിനെ ടാപ്പ് ചെയ്യും. നമ്മൾ ടാപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ള ഓക്സിജൻ ബബിൾസ് മാറ്റാനാണ്. ഓക്കെ, ആൻഡ് നമ്മളുടെ കുക്കറിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് മെസ്സായിരിക്കെ, സോ വിൽ ക്ലീൻ ബൈ ദാറ്റ്. നമ്മൾ കുക്കറിലോട്ട് കയറ്റിയിരിക്കണു. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് ഹാഫ് ആൻ അവർ ടു 45 minutes. It will take half an hour to 45 minutes now. ഇത് ബേക്ക് ആവാൻ. അപ്പോൾ ഇത് ബേക്ക് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. നമ്മളിതിന് ഫയർ സ്ലോ ടു മീഡിയമായി വെക്കാൻ പാടുള്ളൂ, തീ കൂടാൻ പാടില്ല അധികം. നമ്മളുടെ ഓവൻ്റെ ഇത് വെച്ച സ്ഥിതിക്ക്, ബിക്കോസ് അത് ഓവൻ ഹീറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ സ്പീഡിൽ വെച്ചത്. സോ ഐ ജസ്റ്റ് ഓപ്പൺ ടു സീ അവർ കേക്ക്. ഇറ്റ്സ് റിയലി ലൈറ്റ് ബ്രൗൺ റൈറ്റ് നൗ, the cream color. Let me check whether it is baked or not. Many of you know how to check. Just in the center, if it sticks, it is not completely baked. If it doesn't stick, it means it is baked. So it is sticking, it means it is not baked. So we got to let it give it some more time. Wow. So guys, I'm gonna open this, and oh yeah, it's too much baked right now.